തൃപ്രയാർ തേവർ പൂരച്ചടങ്ങുകളുടെ ഭാഗമായി ബുധനാഴ്ച പയ്യന്നൂരിൽ തലക്കാട്ട് ചാലുകുത്തൽ ചടങ്ങ് നടത്തി. രാവിലെ വലപ്പാട് വെന്നിക്കൽ ശിവക്ഷേത്രത്തിൽ പറയും കല്ലേറും കഴിഞ്ഞ കോതകുളം ആറാട്ടിനായി ഭഗവാൻ എഴുന്നള്ളി. ആറാട്ടിന് ശേഷം പയ്യന്നൂരിൽ ടിപ്പു സുൽത്താൻ കരമൊഴിവാക്കി തൃപ്രയാർ തേവർക്ക് പതിച്ചു നൽകിയ നിശ്ചിത സ്ഥലത്ത് തേവരുടെ കോലം വഹിച്ച രവിപുരം ഗോവിന്ദൻ എന്ന ആന കൃഷിയിറക്കുന്നതിനുള്ള അനുമതി നൽകി പ്രതീകമായി 3 തവണ കൊമ്പുകൊണ്ട് ചാലുകുത്തൽ നടത്തി. കൊമ്പിൽ കോർത്തെടുത്ത മണ്ണ് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഈ മണ്ണ് കൃഷിയിടത്തിൽ വിതറിയാൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ് വിശ്വാസം. അവകാശികളായ കണ്ണാത്ത് തറവാട്ടുകാർ പറനിറച്ച് തേവരുടെ ചാലുകുത്തൽ ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, അംഗം MP മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു കുമാർ, ക്ഷേത്ര മാനേജർ AP സുരേഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ശേഷം തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. വൈകിട്ട് തേവർ ഇല്ലങ്ങളിൽ പൂരത്തിന് പുറപ്പെടും. വൈകുന്നേരത്തെ നിയമവിധി കുളത്തേക്കാട്ട് പടിക്കൽ മുഴക്കും. കുളത്തേക്കാട്ട് പറയ്ക്കുശേഷം തേവർ നാട്ടിക രാമംകുളം ആറാട്ടിന് എഴുന്നള്ളും. രാമംകുളം നവീകരണ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തവണയും അന്നദാനം ഉൾപ്പെടെ വിപുലമായ വരവേൽപ്പാണ് ഒരുക്കിയിട്ടുള്ളത്. തേവരുടെ ആറാട്ട് ചടങ്ങുകൾക്കായി പ്രത്യേകം നിർമ്മിച്ച സ്ഥിരം മണ്ഡപത്തിന്റെ സമർപ്പണവും നടത്തും. രാമംകുളത്തിൽ ആറാട്ടിന് ശേഷം ഇല്ലങ്ങളിൽ പൂരത്തിന് എഴുന്നള്ളുന്ന തൃപ്രയാർ തേവർക്ക് തൃപ്രയാറിലെ വ്യാപാരികൾ രാജകീയമായി വരവേൽക്കും. തുടർന്ന് തേവർ പോളി ജംഗ്ഷന് തെക്ക് ഇല്ലങ്ങളിൽ പൂരത്തിന് തിരിക്കും. തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് സമുദായ മഠത്തിലും ക്ഷേത്രത്തിനകത്ത് കൊട്ടാരത്തിലും പറകൾ നടത്തും. തൃപ്രയാർ തേവർക്ക് തളിക്കുളം ചേർക്കരയിൽ കുറുക്കൻ കുളത്തിൽ ആറാട്ടും കുറുക്കൻ വിളിയും നടത്തി. വൈകിട്ട് നിയമവിധിക്ക് ശേഷം കുറുക്കൻ കുളത്തിൽ ആറാട്ടിന് തേവർ എഴുന്നള്ളി. വഴിനീളെ പറകൾ സ്വീകരിച്ച് തേവർ ചേർക്കരയിൽ കുറുക്കൻ കുളത്തിലെത്തി. ഇവിടെ ആറാട്ടും കുറുക്കൻ വിളിയും നടന്നു. ആറാട്ടിന് ശേഷം തേവരെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. കണ്ടശാങ്കടവ് സൗഹൃദ തീരത്ത് കുട്ടികളുടെ പാർക്കിൽ ഉപകരണങ്ങൾ പഴകി തിരിവെച്ച് അപകട ഭീഷണിയിൽ. ബോട്ട് ജെട്ടിയോട് ചേർന്നാണ് കുട്ടികളുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾക്കായി സ്ഥാപിച്ചിട്ടുള്ള കളി ഉപകരണങ്ങളാണ് സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കേടുപാടുകൾ വന്ന് ഉപയോഗശൂന്യമായിരിക്കുന്നത്. നിരവധി കുട്ടികളാണ് ഇവിടെ ഒഴിവുവേളകളിൽ എത്താറുള്ളത്. തുരുമ്പെടുത്ത ഉപകരണങ്ങൾ കുട്ടികൾക്ക് വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. അവധിക്കാലത്ത് കൂടുതൽ കുട്ടികൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പാർക്കിലേക്കുള്ള ഗേറ്റും 1 മാസത്തോളമായി തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മതിലും അടിഭാഗം തകർന്ന അവസ്ഥയിലാണ്. ഇവിടെ കുട്ടികൾക്ക് അവരുടെ കാലുകൾ മതിൽ തകർന്ന ഭാഗത്ത് പെട്ട് അപകടമുളവാകുന്ന സ്ഥിതിയുമാണ്. മതിൽ കാലതാമസം കൂടാതെ പുഴയിലേക്ക് പതിക്കാവുന്ന നിലയിലുമാണ്. അവധിക്കാലം ആരംഭിക്കുന്നതിന് മുൻപായി പാർക്കിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും കുട്ടികളുടെ കളി ഉപകരണങ്ങൾ തകരാറുകൾ പരിഹരിക്കണമെന്നുമാണ് ഇപ്പോഴത്തെ ആവശ്യം. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കാളികളായ അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ ആറാട്ട് ചടങ്ങ് അന്തിക്കാട് ക്ഷേത്രകുളത്തിൽ നടന്നു. രാവിലെ പഴങ്ങാമ്പറമ്പ് മനയിൽ നിന്നും തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. ശേഷം പഴങ്ങാമ്പറമ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പറയെടുപ്പുണ്ടായി. അന്തിക്കാട് ക്ഷേത്രത്തിലെത്തി അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ പകൽപൂരം നടന്നു. ശേഷം അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാർ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് ചടങ്ങ് നടത്തി. ക്ഷേത്രം മേൽശാന്തി ശങ്കരനാരായണൻ, ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃപ്ര
തേവർ പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേക്കരയിലേക്ക് എഴുന്നള്ളുന്ന പള്ളിയോടം നീരണിയിച്ചു. വർഷത്തിൽ 3 ദിവസങ്ങളിലാണ് തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്നത്. കിഴക്കേ നടക്കൽ പൂരം, പടിഞ്ഞാറ് മനക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലാണ് തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്നത്. കൊത്തുപണികളോടെ 2 അറ്റങ്ങളിലും ശംഖ്, ചക്ര രൂപങ്ങളും ഹനുമത് രൂപങ്ങളും കൊത്തിവെച്ചിട്ടുള്ള ആഞ്ഞിലി മരത്തിൽ തീർത്തിട്ടുള്ളതുമാണ് പള്ളിയോടം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു കുമാർ, ക്ഷേത്ര മാനേജർ AP സുരേഷ് കുമാർ, ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, ക്ഷേത്ര ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതോടുകൂടി ഗ്രാമ്യ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.